തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ CPM-ന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് കുത്തനെ കുറഞ്ഞു. മണ്ഡലത്തിൽ വർദ്ധിച്ച വോട്ടിന്റെ ആനുപാതിക പങ്കും CPM-ന് ലഭിച്ചില്ല എന്ന് കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെയുണ്ടായ ശക്തമായ UDF തരംഗം മാത്രമല്ല കോഴിക്കോട് ഇടതുകോട്ടകളുടെ അടിവേരിളക്കിയത്. തോൽവിയുടെ കാരണമായി വർഗീയ ധ്രുവീകരണമാണ് LDF പറയുന്നതെങ്കിലും ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയുള്ള വോട്ട് മാറ്റം അവർ സമ്മതിക്കുന്നുമില്ല. ജില്ലയിലെ ഇടതാധിപത്യം ഒരിക്കലും തകരില്ലെന്ന അമിത ആത്മവിശ്വാസത്തിനൊപ്പം പിണറായി വിരുദ്ധതയും പാർട്ടിയുടെ അടിത്തട്ടിൽ വരെ വോട്ട് മാറ്റത്തിന് കാരണമായെന്ന് പ്രവർത്തകർ രഹസ്യമായി പറയുന്നു. വൺമാൻ ഷോയ്ക്കെതിരെയുള്ള എതിർപ്പ്, പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞാൽ വിഭാഗീയത, ശത്രുത തുടങ്ങിയ കുറ്റപ്പെടുത്തലുകൾ വരും. ഇതോടെ പ്രവർത്തകർ പോളിംഗ് ബൂത്തിൽ രോഷം വ്യക്തമാക്കുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളായി ജില്ലയിൽ CPM-നുണ്ടാകുന്ന വോട്ട് ചോർച്ചയും പരിശോധിക്കേണ്ടതുണ്ട്. ഈ വർഷം മണ്ഡലങ്ങളിൽ വർദ്ധിച്ച വോട്ടർമാരുടെ എണ്ണത്തിൻ്റെ ആനുപാതികമായ പങ്കുപോലും LDF-ന് ലഭിച്ച വോട്ടുകളിൽ കാണാനില്ലെന്നത് തോൽവിയുടെ ആഴം വ്യക്തമാക്കുന്നു. നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് ഇത്തവണ പാർട്ടി അണികളും അനുഭാവികളും വോട്ട് ചെയ്തത്. പല മണ്ഡലത്തിലും വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ലഭിച്ച വോട്ടുകളുടെ എണ്ണം കുറഞ്ഞതോടെ അത് വ്യക്തമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2.5 ലക്ഷത്തോളം വോട്ടർമാരുടെ വർധനവാണ് ജില്ലയിൽ ഇത്തവണയുണ്ടായത്. എന്നാൽ ഇടതിൻ്റെ ശക്തിദുർഗങ്ങളായ മണ്ഡലങ്ങളിൽ പോലും ഈ വോട്ടുകൾ സ്വന്തമാക്കാനായില്ല. ബാലുശ്ശേരി മണ്ഡലത്തിൽ 2021 വോട്ടർമാരുടെ എണ്ണം 2,15,000 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 2,28,689 വർദ്ധിച്ചു. ഇവിടെ 2021 91,839 വോട്ട് LDF സ്ഥാനാർത്ഥി നേടിയിരുന്നു. ഇത്തവണ അത് 77,824 കുറഞ്ഞു. ജില്ലയിൽ ഇത്തവണ മാനം കാത്ത ബേപ്പൂരിലും സ്ഥിതി സമാനമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ 18,000 വോട്ടുകളാണ് മണ്ഡലത്തിൽ വർദ്ധിച്ചത്. എന്നാൽ 2021 ലഭിച്ച വോട്ടുകളുടെ എണ്ണം റിയാസിന് നിലനിർത്താനായില്ല. ആനുപാതികമായി വർദ്ധിച്ച വോട്ട് ഷെയറും ലഭിച്ചില്ല. മണ്ഡലത്തിലെ LDF-ന്റെ ഉറച്ച മേഖലകളിൽ നിന്ന് പോലും കാര്യമായ ലീഡും ലഭിച്ചില്ല. കന്നി വോട്ടർമാരെ അടക്കം ആകർഷിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നു. UDF 99 സീറ്റുകൾ നേടുകയും സംസ്ഥാനത്ത് ഇടതുമുന്നണി വലിയ തിരിച്ചടി നേടുകയും ചെയ്ത 2001 പോലും ജില്ലയിൽ 6 സീറ്റുകൾ നിലനിർത്താൻ LDF-ന് സാധിച്ചിരുന്നു. 2011 13-ൽ 10ഉം 2016-ലും 21-ലും 11 സീറ്റുകളും LDF നിലനിർത്തിയെങ്കിലും CPM വോട്ടുകളിൽ ഗണ്യമായ ചോർച്ച സംഭവിക്കുന്നുണ്ടായിരുന്നു. പാർട്ടി വോട്ടുകളിലെ ഈ വിള്ളലിനെക്കുറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്ക് വ്യക്തമായ സൂചനയും നൽകിയിരുന്നു. അതൊന്നും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നേതൃത്വത്തിനായില്ല. അന്നുണ്ടായ അടിയൊഴുക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തടയിടാനായില്ലെന്നത് പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയാണ് കാണിക്കുന്നത്. ഇതിനിടയിലും ഇത്തവണത്തെ കോൺഗ്രസ് ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് കൈമൈ പ്രവർത്തിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു. 9 സീറ്റ് വരെ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിൽ 13-ൽ 12 നേടി വമ്പൻ വിജയം തന്നെ UDF നേടി. എലത്തൂരിലും ബാലുശ്ശേരിയിലും പേരാമ്പ്രയിലും അടക്കമുള്ള വലിയ പരാജയം വരും ദിവസങ്ങളിൽ ഇടത് ക്യാമ്പിൽ ചർച്ചയാവുമെന്ന കാര്യത്തിലും സംശയമില്ല. ന്യൂസ് ബ്യൂറോ, മുക്കം.